നമ്മുടെ സ്വതന്ത്ര കെ ടി ജലീൽ സാർ ഇനി സഖാവ് കെ ടി ജലീൽ സാറായി അറിയപ്പെടും. സഹയാത്രിക സഖാവിൽ നിന്ന് പൂർണ്ണ സഖാവിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പറഞ്ഞതുപോലെ മെമ്പർഷിപ്പ് എടുത്തു. ആ മെമ്പർഷിപ്പ് എടുത്തതിനെക്കുറിച്ചും കണ്ടശ പല ഖണ്ഡിക എഴുതി അദ്ദേഹം സമർത്ഥിച്ച് സമന്വയിപ്പിച്ചിട്ടുണ്ട്. എന്താണതിൻ്റെ പ്രസക്തി എന്നൊന്നും എനിക്ക് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ല. കെ ടി ജലീൽ സാറ് CPIM-ൽ ചേർന്നു. എത്രയോ നാളുകളായി CPIM-കാർ പോലും ചെയ്യാത്ത അത്രയും ഈ പറയുന്ന ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് CPM-ന് വേണ്ടി തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, എന്തും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ഏത് നിലവാരത്തിലേക്കും അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എന്ന് മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ അനിവാര്യതയുടെ അഴകാർന്ന പൂക്കളുകൾ അക്ഷരത്തുട്ടുകളായി അടുക്കിയെടുത്ത് അത് ആശയങ്ങളും വാക്കുകളുമായി ചേർത്തെഴുതി ഏതാണ്ട് 7-8 പേജുകൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വന്ന് ഒരു തേജോധരം പോറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇത്രയേ ഉള്ളൂ: മെമ്പറാവാൻ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ശരിയാവണ്ടേ എന്നതാണ് ചോദ്യം. സത്യത്തിൽ ഈ എഴുതിയത് മൊത്തം കെ ടി ജലീൽ സാറിനെ തന്നെ വിശ്വസിപ്പിക്കാനും, കെ ടി ജലീൽ സാറ് പണ്ട് പറഞ്ഞതിനെ സംബന്ധിച്ച് അതിൻ്റെ പുറത്തേക്ക് ഈ പെയിൻ്റ് ഒഴിച്ച് വൃത്തിയാക്കി അതിൻ്റെ അനിവാര്യതയെ തുടിപ്പുകളാക്കി, തുടിപ്പുകളെ പിടപ്പുകളാക്കി, പിടപ്പുകളെ കിളപ്പുകളാക്കി, കിളപ്പുകളെ തളപ്പുകളാക്കി ഒക്കെ ആക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംഗതി മാത്രമാണ്. അദ്ദേഹം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും നല്ലൊരു ഇസ്ലാം മത വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റുകാരനാകാൻ പറ്റില്ല എന്ന് നടന്ന് പ്രസംഗിച്ചത്. അങ്ങനെ നല്ലൊരു വിശ്വാസിക്ക് മുസ്ലിം ലീഗുകാരനായേ ജീവിക്കാനൊക്കൂ എന്ന് ഒരു കാലത്ത് പ്രസംഗിച്ച പുള്ളി പിന്നീട് അദ്ദേഹം കുറേശ്ശെ മാറ്റി പിന്നെ പൂർണ്ണമായി ചേരാതെ സഹയാത്രികനായാലും സ്വർഗത്തിൽ പാവെന്നുള്ള നിലപാട് സ്വീകരിച്ചു. പിന്നീട് എന്താ പറയുന്നത്, EMSഉം AKGയും ഇല്ലാത്ത സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റാതായി. അങ്ങനെ ഇത് പല ഘട്ടങ്ങൾ കടന്നാണ് പൂർണ്ണ തോതിലുള്ള സഖാവായി അദ്ദേഹം രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ആ കുറിപ്പിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CPIM എങ്ങനെയാണ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് എന്ന ഒരു സംഗതിയാണ്. എന്നാൽ അതിനേക്കാളൊക്കെയും ആ CPM ചേർത്ത് പിടിക്കാനുള്ള പാകം വരെ കെ ടി ജലീൽ സാറിനെ വളർത്തിക്കൊണ്ടുവന്ന മുസ്ലിം ലീഗിനെക്കുറിച്ച് കാര്യമായൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. നമ്മൾ സാധാരണ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മോനും മരുമോളും പുതിയ പെണ്ണും പുതിയാപ്പിളയും ഒക്കെ ഈ വീട്ടുകാരെ മറന്നൊക്കെ പോകുമ്പം പലരും വഴക്കിടുമ്പോഴൊക്കെ അമ്മായിയമ്മ പറയുമല്ലോ, നിൻ്റെ കയ്യിലോട്ടങ്ങ് തരുന്നത് വരെ വളർത്തിക്കൊണ്ട് വന്നത് ഞാനാടി എന്നൊക്കെ പറയത്തില്ലേ. എന്ന് പറഞ്ഞതുപോലെ കെ ടി ജലീലിനെ കുറ്റിപ്പുറത്ത് മത്സരിക്കാൻ യോഗ്യമാക്കും വിധം വളർത്തിക്കൊണ്ടുവന്ന ലീഗിനെക്കുറിച്ച് അദ്ദേഹം ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയാം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ സംഗതി ശരിയാവില്ലെന്നറിയാം. നേരത്തെയൊക്കെ അദ്ദേഹം അതിൽ ചേരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ചില വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഇതിൽ ചേർന്നു. ആ ചേർന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പരിഹസിച്ചവരും ഒന്നുമാവില്ലെന്ന് പറഞ്ഞവരും ഇനിയും പലതുമാകുമെന്ന് വളരെ കണ്ടശ എഴുതിയും പറഞ്ഞും ഒക്കെ കരുത്ത് കാണിച്ചവരൊക്കെ ഇന്ന് ഫുൾ ടൈം മന്ത്രിമാരായി നല്ല ശക്തമായ വകുപ്പുകളുമായി ഭരിക്കുന്നുണ്ട്. ജലീൽ സാറിന് ആകെ കിട്ടിയതൊരു പൊളപ്പ് വകുപ്പ് മാത്രമാണ്. അത് മൊത്തം പൂർത്തിയാക്കാനും പറ്റിയില്ല. അതിനിടയിൽ കൊച്ചാപ്പായും ആരോപണവും സംഗതിയൊക്കെ വന്നു. എന്നാൽ മറുവശത്ത് ഇപ്പോൾ ഒരുപക്ഷേ ജലീൽ സാറ് നിന്നിടത്താണ് നിന്നിരുന്നതെങ്കിൽ ഉള്ള ഒരു സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് പോയി മെമ്പർഷിപ്പ് എടുത്ത് ഭാവി കാലത്തെ സ്വപ്നം കാണാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം കുറേ എഴുതിയിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം അങ്ങനെയാണ്, ഒരുപാട് ചെയ്യുന്നതിനെക്കുറിച്ച് എഴുതും. പക്ഷേ ആ എഴുതുന്നതെല്ലാം അദ്ദേഹം ഒരു കാലത്ത് ചെയ്തതിനെ തിരുത്താൻ വേണ്ടിയുള്ള എഴുത്തുകളായിരിക്കും. ചിലരുടെ തലയിലെഴുത്ത് അങ്ങനെ അവരവർ ചെയ്തത് പിന്നീട് തിരുത്തി പറയാൻ വേണ്ടിയായിരിക്കും ജീവിതകാലം മുഴുവൻ സമയമെടുക്കുക. ജലീൽ സഖാവിന് അഭിനന്ദനങ്ങൾ, ആശംസകൾ.